കേരളത്തിന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സംസ്ഥാനത്തെ 1458 സർക്കാർ ജീവനക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ മുന്തിയ ശമ്പളം വാങ്ങുന്ന ഗസറ്റഡ് ഉദ്യോഗസ്ഥരുമുണ്ട്. വിശ്വസിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. വല്ലപ്പോഴും കിട്ടുന്ന പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന ലക്ഷക്കണക്കിന് പാവങ്ങളുടെ തലയ്ക്ക് അടിച്ചു വീഴ്ത്തിയാണ് ഈ സർക്കാർ കുർവാ സംഘം ഖജനാവ് കൊള്ളയടിച്ചിരിക്കുന്നത്. അവർ മനസ്സറിഞ്ഞ് നടത്തിയ കളവാണെങ്കിൽ ഇനി ജോലിയിലുണ്ടാകരുത്. അതിനു പകരം അനധികൃതമായി കൈപ്പറ്റിയ തുക തിരിച്ചു പിടിക്കുമെന്ന് മാത്രം പറഞ്ഞാൽ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണെന്നേ പറയാനാകൂ. സംസ്ഥാന ജീവനക്കാരിൽ വളരെ ചെറിയൊരു ശതമാനമാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നുകൂടി പറയേണ്ടതുണ്ട്. പൂർണ്ണമായ പട്ടിക പുറത്തുവിട്ടാൽ ഞെട്ടുമെന്ന് ധനമന്ത്രി പറഞ്ഞത്രേ. അതവിടെ നിൽക്കട്ടെ. ഈ സർക്കാരിന്റെ അഴിമതി കഥകൾ കേട്ടിട്ടുള്ളവർ അത്ര പെട്ടെന്ന് ഞെട്ടാൻ ഇടയില്ല. പ്രശ്നം അതല്ല. നികുതി അടയ്ക്കുന്ന ജനം അറിയണ്ടേ പണം പോയ വഴികളും കൈയിട്ട് വാരിയ കൈകളും. വെറുതെ തരാൻ പറഞ്ഞാൽ പെൻഷൻ കിട്ടില്ലല്ലോ. അതിനാവശ്യമായ രേഖകൾ കൊടുത്ത തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാരിലേക്കും ശുപാർശക്കാരിലേക്കും ഒക്കെ അന്വേഷണം നീളണ്ടേ. ഏത് പാർട്ടിക്കാരാണെങ്കിലും ഏത് യൂണിയൻ ആണെങ്കിലും വെറുതെ വിടരുത്. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ അഴിമതിക്കാർക്കേ ബാധ്യതയുള്ളൂ.